ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് GST എങ്ങനെയാണ് സെറ്റ് ഓഫ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മളിപ്പോൾ GST ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻപുട്ട് ടാക്സും അതേപോലെ തന്നെ ഔട്ട്പുട്ട് ടാക്സും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാ മാസവും കഴിഞ്ഞ മാസത്തെ റിട്ടേൺ ആണ് നമ്മൾ നെക്സ്റ്റ് മന്തിൽ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കൊടുക്കാനുള്ള എമൗണ്ടുകൾ GSTR 3Bയിൽ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ GST ഓൾറെഡി നമ്മൾ സൈറ്റിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് നമ്മൾ ഫയൽ ചെയ്യും. പക്ഷേ നമ്മുടെ ടാലിയിൽ അത് സെറ്റ് ഓഫ് ചെയ്യണ്ടേ? കാരണം ടാലിയിൽ നമുക്ക് ബാലൻസ് ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ കാണിക്കും ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിലെ എമൗണ്ട് കാണിക്കും. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ സൈറ്റിൽ പോയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടാലിയിൽ നമ്മൾ അതിന് എൻട്രി നമ്മൾ പാസ് ചെയ്യണം. എന്നാലേ നമ്മളുടെ അക്കൗണ്ട്സ് കറക്റ്റ് ആവുള്ളൂ. അതായത് GST പോർട്ടലും നമ്മളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സും മാച്ച് ചെയ്തിട്ട് പോകണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് GST സെറ്റ് ഓഫ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ ഒന്ന് ഹൈപ്പും കൂടി ചെയ്യാൻ മറക്കരുതേ. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കാരണം നിങ്ങളുടെ ഒരു ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെയാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അതേപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെയിൽ ചെയ്തോളൂ. എൻ്റെ മെയിൽ ID എന്ന് പറയുന്നത് shyamastaliclass@gmail.com ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതിലേക്ക് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിന് റിപ്ലൈ തരും. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. അപ്പോൾ അതിനു മുമ്പ് നമ്മൾക്ക് ഏതൊക്കെ ടാക്സുകളിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതായത് CGST ആണോ വിചാരിക്കുക. CGST ആണെന്നുണ്ടെങ്കിൽ അത് CGSTയിൽ നിന്നും അതേപോലെ തന്നെ IGSTയിൽ നിന്നും സെറ്റ് ഓഫ് ചെയ്യാം. അതേപോലെ SGST ആണെന്നുണ്ടെങ്കിൽ SGSTയിൽ നിന്നും IGSTയിൽ നിന്നും അത് സെറ്റ് ഓഫ് ചെയ്യാം. ഇനി IGST ആണെന്ന് വിചാരിക്കുക, അത് നമുക്ക് CGSTയിൽ നിന്നും SGSTയിൽ നിന്നും അതേപോലെ തന്നെ IGSTയിൽ നിന്നും നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് എൻട്രീസ് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ബാലൻസ് ഷീറ്റ് ഒന്ന് എടുത്ത് നോക്കാം. എന്താണ് അതിൻ്റെ ഇമ്പാക്റ്റ് എന്നുള്ളത് നമുക്ക് എടുത്ത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇവിടെ ജസ്റ്റ് ബാലൻസ് ഷീറ്റ് എടുത്തു, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തു. ഇതാണ് നമ്മളുടെ ബാലൻസ് ഷീറ്റ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിൽ ഇപ്പോൾ 4320 വന്നിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത്? അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഈ ഒരു എമൗണ്ട് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കാനുള്ളതാണ്. ഇവിടെ നമ്മൾക്ക് മൈനസ് ആണ് വന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഗവൺമെൻറ് അടുത്ത് നിന്ന് ഇങ്ങോട്ട് കിട്ടാനുള്ളതാണ്. ഇതിപ്പോൾ നമുക്ക് ലയബിലിറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ച് നോക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇൻപുട്ട് CGSTയിൽ 62,110 ഉണ്ട്. അതേപോലെ തന്നെ ഇൻപുട്ട് IGSTയിലാണെന്നുണ്ടെങ്കിൽ 8460 ഉണ്ട്. അതേപോലെ ഇൻപുട്ട് SGSTയിലാണെങ്കിൽ 6210 ഉണ്ട്. അപ്പോൾ ഡെബിറ്റ് എന്നുള്ളത് എന്താണ്? ഇൻപുട്ട് ടാക്സ് ആണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഔട്ട്പുട്ട് ടാക്സിന്റെ കേസ് നോക്കാം. ഔട്ട്പുട്ട് CGSTയിൽ എത്രയാണ് വന്നിരിക്കുന്നത്? 7560 വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഔട്ട്പുട്ട് IGSTയിൽ എത്രയാണ് വന്നിരിക്കുന്നത്? 10,080 വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഔട്ട്പുട്ട് SGSTയിൽ എത്രയാണ് വന്നിരിക്കുന്നത്? 7,560 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ രീതിയിലാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ടോട്ടൽ 20,880 വന്നിട്ടുണ്ട്. ഇവിടെ 25,200 വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഡിഫറൻസ് ആണ് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കാനുള്ള ഈ ഒരു 4,320 എന്നുള്ള ഒരു എമൗണ്ട്. അപ്പോൾ നമുക്ക് ടാലിയിൽ നിന്നും നമുക്ക് ടാലിയിൽ നിന്നും ഈ ഒരു എമൗണ്ട് സെറ്റ് ഓഫ് ചെയ്തിട്ട് പോകണം. അപ്പോൾ നമുക്കിവിടെ ബാലൻസ് ഷീറ്റിൽ ഇത്രയും എമൗണ്ടുകളാണ് കിടക്കുന്നത്. അതായത് നമുക്ക് ഡെബിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻപുട്ടുകളാണ്. ക്രെഡിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്പുട്ടുകളാണ്. അപ്പോൾ ഇതാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾക്ക് സെറ്റ് ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു എമൗണ്ടുകൾ നമ്മൾ ആദ്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ എൻട്രിയിൽ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് എസ്കേപ്പ് ചെയ്തു ജേണൽ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി നമ്മൾ ജേണലിലൂടെയാണ് ചെയ്യുക. ഇവിടെ വൗച്ചർ സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ നമുക്ക് ജേണൽ സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇനി നമുക്ക് ഡെബിറ്റ് എന്നുള്ളിടത്ത് നമുക്ക് എന്താണ് വേണ്ടത്? അതായത് നമ്മൾക്ക് ഔട്ട്പുട്ട് ടാക്സിന് എപ്പോഴും ക്രെഡിറ്റ് ആണുള്ളത് അല്ലേ? അപ്പോൾ അതിൽ നമുക്ക് കുറയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഡെബിറ്റ് ചെയ്യണം. എന്നിട്ട് ഇൻപുട്ട് ടാക്സിനെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോഴല്ലേ അത് സെറ്റ് ഓഫ് ചെയ്തിട്ട് പോകുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഔട്ട്പുട്ട് CGST നമുക്കിവിടെ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് CGST സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ ഔട്ട്പുട്ട് CGSTയുടെ എമൗണ്ട് നമുക്ക് നോട്ട് ചെയ്തിട്ട് വെക്കാം. നമുക്ക് 7560 ആണുള്ളത്. നമുക്ക് ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അത് 0 ആയിട്ട് മാറി.
വീണ്ടും നമ്മൾ ഡെബിറ്റ് കൊടുക്കുന്നു. വീണ്ടും അടുത്തത് എന്താണ് സെലക്ട് ചെയ്യേണ്ടത്? ഔട്ട്പുട്ട് SGST ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ ഔട്ട്പുട്ട് SGST സെലക്ട് ചെയ്തിട്ടെടുത്തു. ഔട്ട്പുട്ട് SGST എത്രയാണ് എമൗണ്ട്? 7560 ആണ് ഔട്ട്പുട്ട് SGST എമൗണ്ട് ഉള്ളത്. ഇനി വീണ്ടും എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എന്ത് ചെയ്യണം? നമ്മൾ ഔട്ട്പുട്ട് IGST നമ്മൾ എന്താണ് ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഔട്ട്പുട്ട് IGST നമ്മൾ സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ ഔട്ട്പുട്ട് IGSTയുടെ എമൗണ്ട് എത്രയാണ്? നമ്മളത് മുന്നേ തന്നെ നോട്ട് ചെയ്തിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഔട്ട്പുട്ട് IGSTയുടെ എമൗണ്ട് എന്ന് പറയുന്നത് 10,080 ആണ്. അത് നമ്മൾ കൊടുത്തു. ഇനി ക്രെഡിറ്റ് എന്നുള്ളത് എന്താണ്? നമ്മൾ ഇൻപുട്ട് ടാക്സിനെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. കാരണം ഇൻപുട്ട് ടാക്സിന് ഓൾറെഡി ഒരു ഡെബിറ്റ് ബാലൻസ് ആണ് ഉള്ളത്. അതിനെ ഇല്ലാതെയാക്കാൻ എന്താ ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. നമുക്ക് ഇവിടെ ഇൻപുട്ട് CGST നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇൻപുട്ട് CGSTയുടെ എമൗണ്ട് ഈ ഒരു ടോട്ടൽ എമൗണ്ട് ആണ് വരിക. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ തന്നെ നമ്മൾ നോട്ട് ചെയ്തിട്ട് വെക്കണം. അപ്പോൾ ഇൻപുട്ട് CGSTയുടെ എമൗണ്ട് എത്രയായിരുന്നു? 62,110 ആയിരുന്നു. വീണ്ടും നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്തിനാണ്? ഇൻപുട്ട് SGST ആണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾക്ക് ഇൻപുട്ട് SGST നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. എൻ്റർ അടിച്ചു. അതിൻ്റെ എമൗണ്ട് എത്രയാണ്? 62,110 അടിച്ചു. എൻ്റർ അടിച്ചു. ഇനി നമുക്ക് വീണ്ടും എന്താണ് കാണിക്കേണ്ടത്? ഇൻപുട്ട് IGST ആണ് കാണിക്കേണ്ടത്. ഇവിടെ നമുക്ക് ഇൻപുട്ട് IGST എമൗണ്ട് കാണിച്ചു. അപ്പോൾ ഇൻപുട്ട് IGSTയുടെ എമൗണ്ട് എത്രയാണ് നോക്കാം. നമുക്ക് ഇൻപുട്ട് IGSTയുടെ എമൗണ്ട് എന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ 8460 ആണ്. ഇവിടെ നമുക്ക് 8460 കൊടുത്തു. എൻ്റർ അടിച്ചു. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ടോട്ടൽ വന്നിട്ടുണ്ട്, ഇതിൻ്റെ ടോട്ടൽ വന്നിട്ടുണ്ട്. ഇനി ക്രെഡിറ്റ് എന്നുള്ളിടത്ത് നമുക്ക് ബാലൻസ് പേയബിൾ ആണ് കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ക്രെഡിറ്റ് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇവിടെ നമുക്ക് ഒരു ലെഡ്ജർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. GST പേയബിൾ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു എമൗണ്ട് ഒരു ലെഡ്ജർ ഇവിടെ കൊടുക്കാം. ഇതിൻ്റെ അണ്ടർ എന്താണ്? കറണ്ട് ലയബിലിറ്റി ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ അണ്ടർ എന്താണ്? കറണ്ട് ലയബിലിറ്റിയിലേക്ക് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ. അപ്പോൾ ഇവിടെ കണ്ടു നമുക്ക് 4,320 വന്നിട്ടുണ്ട്. ഇത് തന്നെയായിരുന്നു നമ്മളുടെ ബാലൻസ് ഷീറ്റിലെ എമൗണ്ട്. നമുക്ക് കൊടുക്കാനുള്ള എമൗണ്ട് ബാധ്യതയായിട്ട് കടന്നിട്ടായിരുന്ന ഈ ഒരു എമൗണ്ട് ആയിരുന്നല്ലോ. അപ്പോൾ ഇതിനെ നമ്മൾ ഈ രീതിയിൽ തന്നെ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യണം. കണ്ടോ, എല്ലാം നമുക്ക് 0 ആയിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ജസ്റ്റ് ഇത് എൻ്റർ അടിച്ചിട്ട് ഇത് സേവ് ചെയ്തു. നമുക്കിനി ജസ്റ്റ് ഒന്ന് ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിയാലോ. നമുക്കിവിടെ ജസ്റ്റ് ബാലൻസ് ഷീറ്റ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ ഇപ്പോൾ നമ്മൾക്ക് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിൽ ഇവിടെ നമുക്ക് ഒന്നും കാണില്ല. പകരം നമുക്കിവിടെ GST പേയബിൾ എന്ന് പറഞ്ഞിട്ട് 4,320 ഉണ്ട്. ഇത് എൻ്റർ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ജസ്റ്റ് ഇങ്ങനെയാണ് കാണിക്കുള്ളൂ. ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് CGST എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് ജേണലിൽ 4,320 കൊടുക്കാനുണ്ട്. നമ്മളിത് എന്താണ് ചെയ്യേണ്ടത്? ഗവൺമെൻറ്റിലേക്ക് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ ബാക്കിയുള്ള എൻട്രികളെല്ലാം അവിടെ സെറ്റ് ഓഫ് ചെയ്ത് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് എന്താണ് എടുക്കുക? നമ്മൾ എസ്കേപ്പ് ചെയ്തു. നമ്മൾക്ക് വൗച്ചർ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. വൗച്ചർ സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഗവൺമെൻറ്റിലേക്ക് അടക്കിയല്ലേ, അതുകൊണ്ട് പേയ്മെൻറ്റ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ അക്കൗണ്ട് എന്നുള്ളിടത്ത് ക്യാഷ് ഓർ ബാങ്ക് കൊടുക്കാം. ഇവിടെ ബാങ്ക് കൊടുത്തു. ഇവിടെ നമുക്ക് എന്താണ് കൊടുക്കേണ്ടത്? GST പേയബിൾ ആണ് കൊടുക്കേണ്ടത്. ഇവിടെ GST പേയബിൾ സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ നമുക്ക് എമൗണ്ട് കാണിക്കും 4,320. ഇവിടെ 4,320 കൊടുത്തു. അപ്പോൾ ഇവിടെ എമൗണ്ട് നില്ലായിട്ട് മാറിയിട്ടുണ്ട്. ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ എൻ്റർ എൻ്റർ. നമുക്കിനി ജസ്റ്റ് ഒന്ന് ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കാം. ബാലൻസ് ഷീറ്റ് എടുത്തു. ഡീറ്റെയിൽഡ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് GST പേയബിളിൽ ഒന്നും കാണില്ല. കാരണം നമ്മൾ ആ എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് അടച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ രീതിയിൽ സെറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾക്ക് ടാലിയിൽ നിന്ന് ആ ഒരു എമൗണ്ട് നമ്മൾക്ക് പോകുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ടാലിയിലെ റിപ്പോർട്ടിൽ വീണ്ടും കൊടുക്കാനുള്ളതായിട്ടാണ് കാണിക്കുക. അപ്പോൾ റീഫണ്ടബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? റീഫണ്ടബിൾ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എൻട്രി കാണിക്കേണ്ടത്. അപ്പോൾ അത് അടുത്ത പ്രാവശ്യം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.